നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുണ്ട് വിശേഷം. പിന്നെ നമ്മുടെ ചിമ്പൂട്ടനും നമ്മുടെ ആസ്പിനും നമ്മുടെ കോഴികളും താറാവുകളും പിന്നെ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന താറാവും അവരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നാളെ ഞങ്ങൾ ട്രിപ്പിന് പോവാട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ആസ്പിനെയും ചിമ്പുവിനെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചിമ്പുവിനെ മുടിയിരിക്കുന്നുള്ള ചിമ്പുവിന് ഇന്നവരെ മുടിയിരിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പോഴാണ് ചിമ്പു അടുത്തത്. ഇന്നലെയാണ് നമ്മളതിനെ ചിമ്പു തൊടാൻ വേണ്ടിയിട്ട് അലീന ഇച്ചിരി നീയിരിക്കോ ചിമ്പുവിനെ തൊടാൻ വേണ്ടിയിട്ട് ചിമ്പു സമ്മതിച്ചത്. ഇന്ന് അവന് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കണില്ലേ. ആസ്പിന് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ആസ്പിൻ അത് കണ്ടു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടിന് ഇതാ ഫുഡ് കൊടുക്കുന്നുണ്ട്. ചിമ്പു ഇങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ചിമ്പു ഇപ്പോൾ നമ്മുടെ ഡെക്കിൻ്റെ മുകളിലേക്ക് കയറിയത്. ചിമ്പൂട്ടൻ വലുതായിട്ടാ. ആസ്പിനെ ഒട്ടും ഇഷ്ടമായിട്ടില്ല. ആളകത്തേക്ക് കയറിപ്പോയി. അവനെ ഞാൻ വിചാരിച്ചു അവന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇഷ്ടമില്ലാണ്ട് നിൽക്കായിരുന്നു അവിടെ. ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് പറഞ്ഞ് തട്ടിയിട്ട് വിട്ടതാ. അത് നിങ്ങൾ കളിപ്പിക്കുന്നത് കണ്ടുണ്ട്. ആസ്പിൻ കൂട്ടൻ എന്താ അവിടെ അകത്തിരിക്കാണ്. എന്ത് പിണക്കാന്ന് നോക്കി ആസ്പിന്. വാട കൂട്ടാ ഇഷ്ടമായിട്ടില്ല. അവന് തീറ്റ കൊടുക്കണം, ഫുഡ് കൊടുക്കണം, ഒന്നും ഇഷ്ടമായിട്ടില്ല. ചിമ്പൂട്ടന് നമ്മൾ ആസ്പിൻ്റെ ഫുഡ് തന്നെയായിട്ടാണ് കൊടുക്കുന്നത്. അവൻ കഴിച്ചോളും. അവന് എല്ലാ ഫുഡുകളും ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീനതേ നമ്മുടെ ആസ്പിൻ കുട്ടനെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആസ്പിൻ ചിമ്പുവിനെ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ അവന് ഇഷ്ടമില്ല. ഇന്നാളെ ദിവസം രണ്ടുപേരും കൂട്ടി അവിടെ പുല്ല് കിടന്നിട്ട് കളിക്കണ്ടായിരുന്നു. പക്ഷെ ചിമ്പുവാണ് കളിക്കുക. ആസ്പിൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ആസ്പിൻ അങ്ങനെ ആരുടെയും കൂടെ കളിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ആസ്പിൻ ആരേനും ഉപദ്രവിക്കില്ല കേട്ടോ. ചിമ്പുവിനെ ഒന്നും ആരേനും ഒന്നും ചെയ്യില്ല. പെട്ടെന്ന് ഇവർ ചിമ്പുവിനെ നോക്കണുണ്ടപ്പോൾ ആസ്പിനെ അത്രയ്ക്കാണ്ട് ഇഷ്ടമായില്ല. ആസ്പിനൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ആസ്പിന്. കൊച്ചു അകത്തേക്ക് തന്നെ പോവാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ അകത്തേക്ക് കയറി പോണേ. ചിമ്പൂട്ടൻ വിശക്കണുണ്ട്. രാവിലെ നമ്മൾ ഫുഡ് കൊടുത്തതാണ്. രാവിലെയും വൈകുന്നേരം ഫുഡ് കൊടുക്കാം അവനെ. നമ്മുടെ ആസ്പിൻ കുട്ടൻ്റെ ഇരിപ്പാണ് ഇരിപ്പ്. ആസ്പിൻ 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 എന്ത് പറ്റിയേ കൊച്ചിന്? എന്തൊരു വിഷമം. കുഴപ്പമില്ല കൊച്ചു അവൻ്റെ കൂടെ പോയി കളിക്കുക. അവൻ കുഞ്ഞല്ലേടാ. ദേഷ്യം വരുമ്പോൾ ആസ്പിൻ്റെ ചെവിട്ട് രണ്ട് മേപ്പോട്ടേക്ക് നിൽക്കും. ഒരു റിയാക്ഷനും ഇല്ല. എന്തൊരു പിണക്കം. എങ്ങനെയുണ്ടോ ഒരു പിണക്കം? ആസ്പിന് ഇഷ്ടമായി. അങ്ങനെ പോണത്തേക്ക് ചിമ്പൂട്ടിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഒരു പുലിയുടെ ഡിസൈൻ അവൻ്റെ മേത്തൊക്കെ. നല്ല നീളം വയ്ക്കുന്നുണ്ട് ആള്. പുലിക്കുട്ടൻ. ഇത് കഴിഞ്ഞിട്ട് വേണം അവന് കോഴിയുടെയും താറാവിൻ്റെയും കൂടെ പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഒരു വഴിക്ക് പോകില്ല കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ താറാവിനും കോഴിനെ അയച്ചിട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ കോഴിക്കൂടിൻ്റെ അവിടെ നിന്ന് നീങ്ങി കൊടുക്കില്ല അവൻ. ഇത് ഭംഗിയാന്ന് നോക്കിക്കുക. അവൻ്റെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു പുലിയുടെ ഡിസൈനല്ലേ. പക്ഷെ നീളം വെച്ചപ്പോൾ അവൻ ക്ഷീണിച്ച പോലെ. ആസ്പിൻ അവിടെ അകത്തേക്ക് പോയിട്ട് അവിടെ കിടക്കാട്ടെ. ആസ്പിനോട് വാട കൂട്ടാ. ചെവിടെ വെച്ചേക്കണുണ്ടല്ലേ മേപ്പോട്ടേക്ക്. അലീന പല സാധനങ്ങളും എടുത്തുകൊണ്ടുണ്ട് അവൻ്റെ മേത്തേക്ക് തോണ്ടാൻ വേണ്ടിയിട്ട്. ഇതെന്തൊട്ട് സാധനം.
Give me that stick, Oh my bro. god. Goodbye. Give it your right. Shampoo. You want the stick? I want food. അതിട്ട് കാണിക്കുന്ന സാധനം കോമ്പൊന്നല്ല കേട്ടോ, അത് വേറെ ഏതാണ്ട് സാധനമാണ്. I went for space. That's what happened, man. അതേ കാണിക്കണ്ട കേട്ടോ, അവൻ കടിക്കട്ടെ ചിലപ്പോ. Give me that stick. Oh my god. Give it to me. Okay, fine. ആസ്പിൻ അങ്ങനെ ഇന്നാണ് ഇങ്ങനെ അടുത്തേക്കണത്. അല്ലെങ്കിൽ ഇവരെല്ലാ ദിവസവും സ്റ്റിക്ക് വെച്ചിട്ട് ഇവനെ കളിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയുടെ പോലെ അവൻ വന്നിരിക്കുന്നത്. ചിമ്പൂട്ടൻ പോയാന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു ആസ്പിനെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതെന്ന് തോന്നുന്നു. Aspen, do you see how Chimbu's so nice? Give me my stick. ചിമ്പൂട്ടൻ ആണായി നന്നായി, അല്ലെങ്കിൽ പെണ്ണായിരുന്നെങ്കിൽ ഇവിടെ പൂച്ചകൾ പറ്റി വരികയാണ് നമ്മുടെ വീട്ടിൽ. നമ്മുടെ ആസ്പിൻകുട്ടൻ്റെ പിണക്കൊന്നും മാറിയിട്ടൊന്നുമില്ല. ആസ്പിൻ ചെല്ലാത്തേക്ക് പുറത്തേക്ക്, അവർ കളിപ്പിക്കുന്നതല്ലേ ഇവിടെ ചിമ്പൂട്ടനെ. മൃഗങ്ങൾക്കും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടാണ്, നമുക്കറിയാം അല്ലെങ്കിലും വിഷമം ഉണ്ടാവുന്നത്. ആസ്പിന് എന്ത് വിഷമം നോക്കിക്ക്, ഒരു മൈൻഡില്ല, ദേഷ്യമുണ്ട് മുഖത്ത്. Aspen, can you come here? We're gonna lock you outside the house. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന നമ്മുടെ ഗീസ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആ താറാവിൻ്റെ പോലത്തെ ഉണ്ടല്ലോ, അത് ഗീസാട്ടാ. ഗീസായിരുന്നാലും ഇപ്പോൾ ആള് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ആളുടെ കാലിൻ്റെ കേടൊക്കെ മാറിയിട്ടുണ്ട്. ആ നമ്മുടെ കോഴികൾ ഫുഡൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, ചിമ്പുവിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നിന്നോട്ടെ, അവരുടെ എടുത്തോട്ടെ, അതിനെ ഓടിച്ചു വിട്ടോളൂ. They don't like it. മുട്ടയൊക്കെ കഴിക്കുന്നത് കോഴിയുടെ, അവൾക്ക് കോഴീനെ ഇഷ്ടമില്ല, കോഴീനെ ഓടിച്ച്. I don't even like this fish. He likes human. Hey, look for a chicken. മാറ്റി മാറ്റി മാറ്റി, നീ കൊടുക്കണ്ട. Get it. കഴിച്ച് ഓടി. Here. Chimbo. Can you also get my phone? Chimbo. Can you also get my phone? It's near the corn. It's right behind you. Look at that. Stop it. Go fall. That's funny. Wait, it's like a high five. What is that? ഭയങ്കര ഭംഗിയായിട്ടോ ചിമ്പുവിനെ കാണാൻ വേണ്ടി. എന്ത് രസമാക്കി ചെറുക്കനെ കാണാൻ വേണ്ടിയിട്ട്. അവനെ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് അവൻ്റെ ഈ മേത്ത ഈ രോമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവന് നല്ല ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അതൊക്കെ ക്ലീനൊക്കെ ചെയ്ത് നല്ല നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ചിമ്പു. ഡിസൈനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര ഭംഗിയാണ് ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. Get out of here. അവരെല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോണിൽ അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. So cute. Garden stick. നേരെ വെച്ച് കളിക്കണ്ട, മാന്തിയാവന് പൊട്ടിയ ഇതാവും, വേണ്ട. ഞാൻ പോയി കോഴി താറാവിൻ്റെ കൂടെ കളിക്കിച്ചല്ലേ, കോഴിയും താറാവും കൊച്ചിനെ വെയിറ്റ് ചെയ്യുക.
അവനെ കണ്ടിട്ട് താറാവുകളൊക്കെ ഇവിടെ നിൽക്കായിരുന്നു. താറാവുകൾക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റോറും കിടന്ന് ഓടിയിട്ട് അവരോട് പേടിപ്പിക്കലുണ്ട്. ആസ്പിങ്ങോട്ടെ അപ്പം അങ്ങനെ നമ്മുടെ ആസ്പിനെയും പിന്നെ നമ്മുടെ കോഴീനെയും എല്ലാവരെയും നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചിമ്പൂട്ടൻ പുറത്താണല്ലോ, അപ്പോൾ ചിമ്പുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലീനയുടെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ താറാവിനും കോഴിക്കൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളം വന്നതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആസ്പിങ്ങോട്ടന് അകത്താണ്, അവന് കുഴപ്പമില്ല, അവനോടെയും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പിന് പോകണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ ഇപ്പോൾ പോണത് യൂട്ടയിലേക്കാണ് പോണത്. അവിടെ സാൾട്ട് ലേക്ക് സിറ്റിയിലേക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഐഡഹോയിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ രാത്രി നമുക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ്. അവിടെയും തമ്മിൽ 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. അവിടെ രാത്രി 12:30 ആകുമ്പോഴേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നിയ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല കേട്ടോ. നിയ നാളെ ഉച്ചയാകുമ്പോൾ അവിടെ എത്താം. നിയ നമ്മളിപ്പോൾ ന്യൂയോർക്ക് JFK എന്നാണല്ലോ കയറിയത്. നിയ താമസിക്കുന്നത് വാഷിങ്ടൺ DC-യിലാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിയ അവിടെ നിന്ന് DC നിന്നാണ് വരുന്നത്. അപ്പോൾ നിയയുടെ ഫ്ലൈറ്റ് നാളെ ഉച്ചയാകുമ്പോഴാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ട്രിപ്പ് പോവാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കാട്ടെ. നമ്മളന്ന് സെയിം ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടല്ലേ. രാത്രി ഇപ്പോൾ 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 7 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ അവിടുത്തെ ന്യൂയോർക്കിനേക്കാൾ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാണിത്. ഞങ്ങളും ഇന്നലെ കുറേ ലേറ്റായിട്ടാണല്ലോ എത്തിയത്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. റെഡി ആയോ എല്ലാവരും? Almost. Sometimes we'll take our line, put it under the pillows. Go what? അല്ലേ റെഡി ആയാ? Almost. Just need to tie my shoes. ടൈ ചെയ്യും എല്ലാവരും പോയി. Sorry, I'll take a minute. ലീന വേഗം പോയി. കൊച്ചിന് തന്നെ പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇന്നലെ കുറേ ലേറ്റായിട്ട് നമ്മൾ സാൾട്ട് ലേക്ക് സിറ്റിയിലെത്തി. അവിടെ നമ്മൾ ഹോട്ടലിൽ താമസിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇനി ഐഡഹോയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നിയനെ എടുത്തിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നിയ ഉച്ചയാവും എന്ന് പറഞ്ഞില്ലേ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പാർക്കിലേക്ക് പോവാണ്. ആ പാർക്കൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ നിയ എത്തുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തന്നെയല്ല കേട്ടോ പോകുന്നത്, ഞങ്ങൾ ഒരു 4 ഫാമിലി ഉണ്ട്. അപ്പോൾ ഇനി അവിടെ ആ പാർക്കിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. വരുന്ന വഴിക്ക് ഒരു
ഈ വാഴച്ചെടി നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ്, നല്ല ഭംഗിയല്ല ഒരു ഓറഞ്ച് കളർ. അപ്പോൾ നമ്മളിവിടെ ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അനദർ 200 കൂടെ കൊടുക്കണം. ഇത് എത്ര കിട്ടിയത്? ഇത് സെയിം പ്രൈസ് തന്നെ. ഞങ്ങൾ പറഞ്ഞ ഇത് ഇല്ല, അത് ഇന്നലെ നമ്മൾ പോയി ചെന്നില്ലല്ലോ. മണണ്ടിട്ട് പൂനെ അത് നീ ഇപ്പോഴാണോ പിടികിട്ടിയത്? ജോയിച്ച് ആ കയറിപ്പോയ റോസ് വീണ്ടും പൂ ഉണ്ടാകുന്നുണ്ട്. ഏതാ പുതിയത് വെച്ചാ? ഓ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് 3-4 കളറുണ്ട്. ആ കളർ നാൻസി ഇത് നമ്മുടെ വീട്ടിലുള്ളത്. നാൻസി കണ്ടില്ലേ? ആ സെയിം പൂവാണത്. ഞാൻ ഇതെവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഈ സെയിം പൂവാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ചട്ടിയിലൊന്നും ഇതിനകത്തുള്ളതിന് നമ്പർ 1 നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുക, ഞാൻ എല്ലാവരും നിൽക്കും. ഞാൻ ഈ സെയിം തന്നെ നമ്മുടെ കയ്യിലുള്ളത്. അതിന് പ്രത്യേകതയുണ്ട്. അതിന്റെ ഉള്ളിൽ എൻ്റെ ഫോട്ടോ എടുക്കും. നമുക്ക് മാനേജ്മെന്റ് അവർ വരും, നമുക്ക് അതൊരു ട്രിപ്പ് എന്തെങ്കിലും കാണാം. അന്നേരം അവർ കറക്റ്റ് പോയിന്റുകളല്ല, അവർ മെയിൻ പോയിന്റുകളല്ല അവർ കാണിക്കും. ഈ വെയിലത്ത് നമുക്ക് എന്തെങ്കിലും എല്ലായിടും ഒന്ന് കയറി നടന്നത് കാണാനൊക്കെ പാടാം. ആ ബാ, താഴോട്ടോ ബാ. അല്ല, അപ്പോഴത്തേക്ക് വണ്ടി വരും. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ്. ആണോ? അത്ര അല്ലേ? വണ്ടി വന്ന് അവരടുത്ത ആളിനെ കയറ്റിപ്പോകും. നമുക്ക് അത്ര അങ്ങനെ എഴുതിയില്ല. നീങ്ങി എന്നിട്ട് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ മുഖമായിട്ട് വരും. അത്ര അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിൽ എത്തിയിട്ടാണ് ഇപ്പോൾ നോക്കിക്കേ. നല്ല രസമാട്ടോ, നല്ല ഭംഗിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. എന്താ രസം. രസമുണ്ട് അതിൻ്റെ കളർ. പക്ഷെ കുറേ ഇതായി പോയി, വാടിപ്പോയി. ഇങ്ങോട്ട് ക്ലിയർ അല്ല, ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഒന്നും ക്ലിയർ അല്ല. ഇവിടെ കുറേ റോസാപ്പൂ നിൽക്കുന്നുണ്ട്. ഈ റോസാപ്പൂ നമ്മുടെ അവിടെ ഉണ്ട്. നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാറില്ലേ, ആ പൂവേട്ടാ. വേറെ പൂ നോക്കിക്കേ, എന്ത് ഭംഗിയെന്ന് പറയാം. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്ട് പ്ലാസ്റ്റിക് പൂവിൻ്റെ പോലെ ഇരിക്കുന്നത്. നല്ല മണമുണ്ട് കേട്ടോ, ചില പൂവിന് നല്ല മണമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഉണ്ട് പൂ ഉണ്ടായി നിൽക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഇത് വാടിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. എന്ത് രസമായിട്ട് കളർ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ അവിടെ ഡാലിയത്തോട്ടം പോലെ ഇതേപോലത്തെ ഒരു തോട്ടം കൂടിയിട്ടുണ്ടാക്കണം നമുക്ക്. Notice the wildlife sign. We do have rattlesnakes and some wildlife, so just be aware of that. You probably won't see one, but you never know. ഈ ലാവൻഡർ അവിടെ ഞാൻ പോയോടത്ത് കുറേ ഉണ്ടായിരുന്നത്. Good thing. Now the tree on the left here is a blue pyramid, Arizona. Use of power tools. Oh, look at the bees in here. Can you see how back to the main path? So you can't really get too lost. It just gotten through the fence somehow. I've never seen a deer here before. So what's interesting is if you notice the one on the right that gets the most sun,
less. I can hear the deer. When someone knows that escort them out. Now, they publish the Pear Arbor, and on each arch on either side volunteers are hardworking volunteers. We have over 400 volunteers, and we work tirelessly. ഇത് മറ്റേത് ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അവിടെ ഉണ്ടാക്കി ഹൈഡ്രാഞ്ച്. On the right here, അത് ടൈപ്പ് ഓഫ് ഹൈഡ്രാഞ്ചിയാണോ? ആ അതെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഹൈഡ്രാഞ്ച് പറയണത്. അതെന്തോ ലെമൺ സംതിങ് ലെമൺ. plants are plants that do well in that climate. ഇത് കണ്ടോ റോസിക്ക് നല്ല ചൂടുമാണ്. On the left, these trees are interesting. They're paper bark maple, and they also have എൻ്റെ വീട്ടിൽ these ഇത്ര വൈറ്റ് ആ ഹൈഡ്രാഞ്ച് ആ വൈറ്റ് and it sheds to protect the tree from disease and insects. These are called Oregon concord grape or Oregon grass that Quaking Aspen account for 10% of the tree tops. And I believe what people tell me. On the right here, on the left here, they were just working with it, so it looks so nice. The landscape architect designed this, and the inspiration for it was the idea of someone holding a bunch of flowers. So this is planted every year. It's very labor intensive with the different colored flower, and then the plants growing in between. And we're going to pass some more up ahead. ജോയിശ്ശേരി ഇത് You can തന്നെയാണ് smell ഓക്ക് they ഹൈഡ്രാഞ്ച് have a അല്ലേ? beautiful ആ അതിനെന്താ പറയണത്? ഓക്ക് ഹൈഡ്രാഞ്ച്. ഓക്ക് അല്ലേ? Hello. Hard at work. Oh, good, good. Thank you. This is one of our 400 volunteers who work so hard to make this planted with other complementary plants, because sometimes the roses only bloom once, and this way there's always something interesting. Just complementary plants like the geraniums. റോസായിരിക്കും കാരണം റോസ് ഗാർഡൻ ആണല്ലോ. Down on the left, this is where we do weddings. നല്ല കളർ. ജോയിശ്ശേരി രണ്ട് കളറല്ലേ? വലിയ റോസ്, ലൈമിംഗ് റോസ്. At the front where the couple stand to do their vows, and then behind them, and you see ആ റോസ് നമ്മുടെ കയ്യിലുള്ളതാണ്. there's a beautiful water. Fed by Reggie Creek. It's pointed on there, and the water's in there along the margin in front, because all the land above us is owned and so, it's really. And when you get on the bridge, the place is themselves are very pretty. One flower ends the next one starts as it goes century to Now, if you look across from us where those flagstones are, and you follow to the right, there are steps. പൂവ് വെള്ളത്തിൽ. Here we have our mother and baby Ruth sculpture. അപ്പോൾ അങ്ങനെ അവിടുത്തെ പാർക്കൊക്കെ കണ്ട് ഇനി അവിടെ നിയ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എയർപോർട്ടിൽ. അപ്പോൾ നമ്മൾ നിയാനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പാർക്ക് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഫുള്ള് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് നമ്മൾ പോയിട്ട് കണ്ടത്. പക്ഷേ അതിനകത്ത് ഞാൻ മുഴുവനൊന്നും നിങ്ങളെ കവർ ചെയ്തിട്ടില്ല, കാരണം അത് കുറേ ഉണ്ടാവും വീഡിയോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറേ ലോങ് ആയിട്ട് വരും. അപ്പോൾ നല്ല രസമുള്ള ഗാർഡൻ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നിയാനെ എടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാട്ടോ. അയ്യോ ഇത് എവിടെ തുറക്കണേ മോളെ? Wow, what a cute car. കയറാൻ കുറച്ച് പാടുണ്ട്. It's okay. ഫുഡൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക്. താങ്ക് യു.
Hi, hi. Hey, can I get some water? I know that this is all really quick, but I just really. Chicken നല്ല മണമുണ്ടോ? കാണിച്ച്. How they are. അപ്പോൾ സാൻഡ്വിച്ച് ആർക്ക് വേണം? നീ വന്നപ്പോ സാൻഡ്വിച്ച് രണ്ട് സാൻഡ്വിച്ച് ഉണ്ടല്ലോ. ഇത് റോസ്റ്റഡ് ചിക്കൻ ബ്രീ ബേക്കൺ ജാം. ബേക്കൺ കൊണ്ട് ജാം ഉണ്ടാക്കിയത്. ബേക്കൺ കൊണ്ട് ജാം ഉണ്ടാക്കണം. കൊള്ളാലോ. ജാപ്പനീസ് എഗ് സാലഡ് സാൻഡ്വിച്ച്. അപ്പൊ നമ്മുടെ നീ എത്തിയപ്പോ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ നിന്ന് വാങ്ങിച്ചേ? മനസ്സിലല്ല തന്നെ ലോഞ്ച് കയറി ഇപ്പോ ഓ നമ്മുടെ അലീനയാണ് അവിടെ ഡ്രൈവ് ചെയ്യുന്നത്. നീന ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. flat though. Yeah. But look in the skyline. Oh, like, look at the skyline. ഓ നമ്മളിന്ന് പോയിപ്പോ എടുത്തതാ. ഇവിടെ വേറെ സാധനം കിട്ടും കേട്ടോ. അപ്പൊ നമ്മള് സാൾട്ട് ലേക്ക് സിറ്റിന്ന് നമ്മളിങ്ങോട്ട് പോന്നിട്ട് അവിടെ നമ്മള് സാൾട്ട് ലേക്ക് സിറ്റിയിൽ നമ്മള് ഫുഡ് ഗാർഡൻ കാണാൻ വേണ്ടിട്ട് പോയിട്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഇപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോണത് ആൻഡ്ലൂപ്പ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് പോണത്. അത് നമ്മളിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഗാർഡൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 45 മിനിറ്റ്സ് ഏകദേശം ഒരു 1 അവറിൻ്റെ അടുത്ത് എടുക്കും. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ട്രാഫിക്കൊന്നുമില്ല. റോഡൊക്കെ ആയിരുന്നാലും അവിടെ കുതിരകളൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മള് ആ ഐലൻഡിലേക്ക് പോവാണ്. അത് ശരിക്കും ഐലൻഡ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിന്റെ പേര് അല്ലെ. ആൻഡ്ലൂപ്പ് ഐലൻഡ് എന്നാണ് അതിന്റെ പേര്. അവിടെ ഇങ്ങനെ ഈ റോട്ടിൽ കൂടെയൊക്കെയും ഈ മറ്റേ ബൈസിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നടക്കണൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കണം. ഇവിടെയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ നിറച്ചും മലകളാട്ടാ. ഞാനെപ്പോഴും നിങ്ങളിങ്ങനെ ഇവിടെ നമ്മൾ ഓരോ യാത്രകളൊക്കെ പോകുമ്പോൾ കൂടുതലും കാണിക്കുന്നത് നിറച്ചിങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടുള്ളൂ കൂടുതൽ കാണിക്കാനുള്ളത്. ഇത് ഇവിടെ നോക്കിക്കേ നല്ല രസമാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളിങ്ങനെ മലകളാണ്. നേരത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മലയുടെ അവിടേക്ക് നിറച്ചിങ്ങനെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വീടുകൾ മലയുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തുന്നിട്ടുണ്ടെങ്കിൽ നീ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ അങ്ങനെ വീടുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ? നമ്മൾ വേറെ ഒരു സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ വീടുകൾ ഇങ്ങനെ അടക്കി വെച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിവിടെ 100 മുകളിലാണ് ടെമ്പറേച്ചർ. ഫാരനൈറ്റ് സെന്റിഗ്രേഡ് എത്ര വരെ ഇരിക്കണം? ഒരു 38 ഒക്കെ വരെ ആയിരിക്കും ടെമ്പറേച്ചർ. നല്ല ചൂടുണ്ട് പുറത്ത്. റോഡൊക്കെ ആയിരുന്നാലും ഇങ്ങനെ ഒട്ടും ഇങ്ങനെ തിരക്കില്ലാണ്ട് കിടക്കുന്ന റോഡാണ്. പക്ഷെ ഇത് ക്യാമറയിലൊന്നും ഇതിന്റെ ഈ മൗണ്ടന്റെ ഭംഗിയൊന്നും അത്രയും കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല കേട്ടോ. നല്ല രസമാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ മൗണ്ടന്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്നു ഈ സ്കീയിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നില്ല. ഇവിടെ സ്കീയിങ്ങിനൊക്കെ തണുപ്പ് കിടക്കുന്ന സമയത്തൊക്കെ കണ്ടമാനം ആൾക്കാർ സ്കീയിങ്ങിനൊക്കെ വരും. ഈ മൗണ്ടന്റെ മുകളിലേക്ക് പോയാൽ ഇപ്പോഴേ നല്ല തണുപ്പുണ്ടാവും തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് വണ്ടി നമ്മള് റെന്റൽ എടുത്തിട്ടുണ്ട്. നീ ആദ്യമായിട്ടാണ് ജീപ്പ് ഓടിക്കണേ അല്ലേ? ഈ പ്രാവശ്യം നമ്മള് ജീപ്പാണ് എടുത്തത്. ജീപ്പിൽ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണല്ലോ. കുറച്ചുകൂടി നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ അതിനുണ്ട് നീ? ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മൃഗങ്ങളെയൊക്കെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ? അത് ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ നമ്മളെ പോണ സ്ഥലം. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അതിന്റെ ആ മലയുടെ അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരുപാട് അകലെയാ. ഈ കാണാതല്ല ഇതിന്റെ ബാക്കില് അവിടേക്ക് വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ചൂടാ. അവരൊക്കെ എങ്ങനെയാ നിക്കണേ? ഇവിടെ സ്നോ ഒക്കെ വീണ സമയത്തായിരിക്കും ഏറ്റവും ഭംഗിന്ന് തോന്നല്ലേ? സ്നോ വീഴുമ്പോൾ നല്ല രസമായിരിക്കും. സൺസെറ്റ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ നല്ല രസം ഉണ്ടാവും തോന്നുന്നു. ഇവിടെ സൺസെറ്റിന് അതിനൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു ഓൺലൈനിൽ. സൺസെറ്റും സൺറൈസ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മൗണ്ടനൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ ഓരോ കുറേ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കണം നമുക്ക്.
ഐഡഹോയിലേക്കല്ലേ പോണത്. അപ്പൊ നമ്മള് ആന്റ്ലൂപ്പ് ഐലൻഡിലേക്ക് എത്തിയിട്ടാ. ഇവിടെ നല്ല ചൂടുണ്ട്. ഗ്ലാസ് ഒക്കെ തുറന്ന് എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ് നമ്മുടെ പൈസനെ കാണാനൊക്കെ വേണ്ടിട്ട്. പൈസനെ കാണുമെന്ന് അറിയില്ല. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. ഇവിടെ ഉപ്പാണല്ലേ. ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്. ഇവിടെ ഈ ആനിമൽസിനെ ഒന്നും ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല. ഒരു വീഡിയോ ഉണ്ടുണ്ടായിരുന്നു യൂട്യൂബില്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ആനിമൽ ഒരെണ്ണം കണ്ട് ഇവിടെ ഈ ലേക്കിലങ്ങോട്ട് പോയി. എന്നിട്ട് ഒരാൾ വണ്ടി നിർത്തിയിട്ട് അതിനെ രക്ഷിച്ചു കഴിയുമ്പോൾ അതിന് മനുഷ്യന്മാരുടെ മണം വന്നാലും അതിന്റെ കൂട്ടത്തിൽ എടുത്തില്ല ബാക്കിയുള്ള അനിമൽസ്. പിന്നീട് അത് റോഡിൽ തന്നെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കായിരുന്നു. പിന്നെ അങ്ങനെ ലോ ഉണ്ടായിരിക്കും തോന്നുന്നു. ഒരു അനിമൽസിന് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല. ഇതിനുള്ളിലേക്ക് എങ്ങനെ കാണാൻ? അതിലേക്ക് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക്. അല്ലാണ്ട് ഓടി ഒരു പോകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉപ്പാണോ വെള്ളത്തിൽ കിടക്കണേ? ഇവിടെ നിറച്ച് ഉപ്പാട്ടാ. ഈ വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടില്ലേ? ഉപ്പും കളറാണ്, ഉപ്പാണ് അതെല്ലാം. കാണാൻ നല്ല രസമുണ്ട് ഇവിടെ നോക്കുമ്പോ. നല്ല ഉപ്പിന്റെ മണ്ണുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കടലിന്റെ തീരത്തേക്കടെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു മണ്ണുണ്ട്. ആ മണ്ണാണ്. സൾഫറിന്റെ. അപ്പൊ ഇതിനകത്തെങ്ങനെ തീ ഇറങ്ങാൻ പറ്റുമോ നമുക്ക്? പൈസ ഇങ്ങനത്തെ ഇറങ്ങുമോ? ഇറങ്ങില്ല. പൈസ ആയില്ലേ കൂടെ ഇറങ്ങില്ല. ഈ പൈസ ഈ റോഡിൽ കൂടെ മാത്രമേ നടക്കാൻ സ്ഥലം കിട്ടിയുള്ളൂ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ മേത്തേക്ക് ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടോന്നുണ്ട്. ആ രസമുണ്ട്. നമ്മളിപ്പോ കുറച്ച് ദൂരം അങ്ങോട്ട് പോന്നിട്ടാ. നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ആയി ഡ്രൈവ് ചെയ്യണം. 10 മിനിറ്റ് പോന്നു. പക്ഷെ നമ്മള് ആനേനെ കണ്ടിട്ടില്ല. ഇത് ഞങ്ങള് കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്നപ്പോ ഞങ്ങള് വാൽപ്പാറ പോയിട്ടുണ്ടായിരുന്നില്ല ആനേനെ കാണാൻ വേണ്ടിട്ട്. അതേപോലെ ആവും തോന്നണ. ആ മാതിരി ചൂടുണ്ട് ഇവിടെ. ഈ ചൂടത്ത് ഈ മൃഗങ്ങളൊന്നും ഇപ്പൊ ഇറങ്ങും തോന്നണില്ല. എനിക്കാണ് ഇത് വൈകുന്നേരമൊക്കെ ആവുമ്പോ തോന്നണ ഇറങ്ങാൻ തോന്നണം. ഇവിടെ ആനേനെ കാണാനില്ല. ഈ ഉപ്പിന്റെ ഇത് കാണാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട്. ഇതേ വരെ ഇങ്ങനെ ഈ വെള്ള കളറിൽ ഇങ്ങനെ കിടക്കാണ്. ഈ ഉപ്പുവെള്ളത്തിന്റെ ചൂട് മൂടിയിട്ടാണോ ഇത്ര അധികം ചൂട് വരുന്നത്? ഇയാൾ മുകളിലേക്ക് കയറി വന്നിട്ട് മീനെ അലീനൊക്കെ അവിടെ ഓടി വരുന്നുണ്ട്. എവിടെ അടിയിലേക്ക് എന്ത് ടീപ്പല്ലേ? വീണാൽ അത്ര വലിയ കുഴപ്പം പറ്റില്ല. ഇന്നലെ ഇന്നോ ഞാൻ വായിക്കുമായിരുന്നു. ഒരു ഇന്ത്യൻ മാന് ഇങ്ങനെ വീണു പോയി. ഇവിടെ അല്ല, പക്ഷെ ഇങ്ങനെ ഇതുപോലത്തെ ഏതാണ്ട് യെല്ലോ സ്റ്റോണോ സംതിങ്. എന്നിട്ട് വീണിട്ട് മരിച്ച് വെള്ളത്തിലോട്ട് വീണു.
ബ്രൗൺ ചെയ്തിരുന്നു. ഇവിടേക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ട് കണ്ടില്ലേ? ട്രെയിനേഴ്സ് ആ ഇങ്ങനെ ഇവിടെ വന്ന് അവർക്ക് ബാർബിക്യൂ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കാണ് ഇപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ്. വെയിലാറി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ക്യാരവണിൽ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ അന്ന് ഇതിന് പോയത്, സ്കീയിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കീയിങ് പോയിട്ടാ? അവിടെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. പിന്നെ നമ്മൾ ഇറക്കിയില്ല, ചെറുതായിരുന്നു. എല്ലാം ഉണ്ട് വേഗം. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം പോലെ. സ്നോ വീഴുമ്പോൾ എങ്ങനെ ഇരിക്കും? പൊതുവെ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഈ ഷേപ്പ് പോലെ ഇരിക്കും. നമ്മൾ മുകളിലേക്ക് അത് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും തോന്നുന്നുണ്ട്. ആ എനിക്ക് തണുപ്പുണ്ടാവും. സമ്മറിലും പിന്നെ അതിനെ നമ്മൾ പറഞ്ഞു തന്നെ മെക്സിക്കോയിൽ നമ്മളന്ന് പോയിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. Does anyone want daily rice coffee? Coffee? Add coffee on that? No coffee? Just me? ഞാൻ കോഫി, എനിക്ക് മുന്തിരി ഉണ്ട്. ഇതിന് നിങ്ങൾ ബൈസണായിട്ട് കാണണം. അലീന കണ്ടില്ലേ ബൈസനെ? കണ്ടോണ്ട് കണ്ടില്ലേ? ഇതെന്തുകൊണ്ട് കണ്ടേ? ഓ ഫോൺ കൊണ്ട്. ഈ കുറെ ഉണ്ടാവായിരിക്കും. അലീന നോക്ക്, അവിടെ നിറച്ച് പശുക്കളും കുതിരകളും. So many. You think we can just hop on? They're so close to me. Hashu! They're laying on top of each other. പശുവിനെ നോക്കിയാൽ ഇവിടുത്തെ പശു എല്ലാവരും ബ്ലാക്കാണല്ലോ, എല്ലാം പൈസന്റെ പോലെ ഇരിക്കണേ. Welcome to Idaho! Woo! വയലുകളെ അതിങ്ങനെ കിടക്കണത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാര് ഈ ഇതിന്റെ പശുവിന്റെ ഫാമൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മൾ പൈസനെ കണ്ടില്ല എന്ന് പറയില്ലേ, പക്ഷെ ഇവിടുത്തെ പശുവിനെ കാണുമ്പോൾ ഏതാണ്ട് പൈസനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കളറൊക്കെ ആയിരുന്നാലും സെയിം തന്നെയാണ്. പിന്നെ നല്ല വലുപ്പം ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലേ പശുക്കളൊക്കെ. നമ്മള് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇവിടെ ഈ പുല്ല് വെട്ടി കൊടുക്കാനാണോ? എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സൺഫ്ലവർ വരുന്നുണ്ട്. ഓ ഇവിടെ മിഷനുകളൊക്കെ നിൽക്കണ നോക്കിക്കേ. ഇതൊക്കെ എന്തിനുള്ളത്? അവന് ഈ അയർലൻഡിൽ പോയപ്പോൾ ഇതിലും ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഐലൻഡ് ഭയങ്കര ഭംഗിയായിരുന്നു.
അവിടെ കുറെ പശുവിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ. നീയ അയർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നീയ പോയി വന്ന പറയണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയാണ്, ഭയങ്കര പച്ചപ്പാന്ന്. അപ്പൊ നീ ഈ സ്ഥലം കണ്ടപ്പോ പറയായിരുന്നു പക്ഷെ ഇങ്ങനത്തെ പച്ചപ്പല്ല, നീ പറയായിരുന്നു അവിടെ ഭയങ്കര പച്ചപ്പായിരുന്നു അല്ലേ. പക്ഷെ അടുത്ത വെതർ ആയിരുന്നാലും കുറച്ചുകൂടി തണുപ്പാന്നോണം അല്ലേ. ആ ഈ രാവിലത്തെ വെതർ. ആ ഇപ്പൊ ഇവിടെ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത്. അല്ലെങ്കിൽ വിന്റർ ഒക്കെ ആകുമ്പോ നല്ല രസത്തിൽ നിൽക്കായിരിക്കും. ഇങ്ങനെ അയർലൻഡിൽ കണ്ടമാനം പശുക്കളുണ്ട് തോന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോ നല്ല ബട്ടർ കിട്ടിയെന്ന് പറഞ്ഞു. ബട്ടറിന്റെ കളറായിരുന്നാലും നല്ല യെല്ലോ കളറാന്നോണ്ടല്ലേ. ആ ഇവിടെ ഞങ്ങക്ക് ബട്ടർ കിട്ടുമ്പോ അത്രയ്ക്ക് മഞ്ഞ കളർ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഈ പുല്ല് തിന്നണ പശുവിന്റെ പാലിന്റെ ബട്ടറിന് നല്ല മഞ്ഞ കളറായിരിക്കും. അത് നല്ല പാലനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ മഞ്ഞ കളർ കൂടി കൂടി വന്നോണ്ടിരിക്കുന്നു അല്ലേ. അതിന്റെ മുകളിൽ ആ പാടം അങ്ങോട്ട് തെളിഞ്ഞു വരുമ്പോഴുണ്ടല്ലോ നല്ല മഞ്ഞ കളറായിരിക്കും. പോച്ചേരില് പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ മിൽമയുടെ ഒക്കെ വാങ്ങുമ്പോ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് മഞ്ഞ കളർ ഉണ്ടാവും എനിക്ക് അറിയില്ല, അത്രയ്ക്ക് അറിയില്ല. അതിന്റെ പോവായിരിക്കും. അപ്പൊ നമ്മളിപ്പോ യെല്ലോ സ്റ്റോണിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മള് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 2 മണിക്കൂറിന്റെ അടുത്തുണ്ട്. ഭയങ്കര രസമാന്ന് പറഞ്ഞാൽ അവിടെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ നീയൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണേ, ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എന്നെ ഒരു ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കാന്ന് പറഞ്ഞാലും ഞാനിവിടെ ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങളെ കാണാൻ നല്ല രസമായിട്ടാ. എന്തോ നട്ടേക്കണത് കേട്ടാ. ഓ പൊട്ടറ്റോ ഇവിടെ പൊട്ടറ്റോ കേട്ടാ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യണ സ്ഥലമാണത്. ഇത് ഐഡോഹോ ആട്ടാ. നമ്മൾ ഐഡോഹോ പൊട്ടറ്റോ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ നോർമലി ഉപയോഗിക്കുന്ന പൊട്ടറ്റോ, ആ പൊട്ടറ്റോ ഐഡോഹോ പൊട്ടറ്റോ എന്നാണ് എൻ്റെ അറിവ്. ഇവിടെയൊക്കെ നട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും പൊട്ടറ്റോ അടിക്കുള്ളൂ. ഇവിടെയൊക്കെ കാണാൻ വേണ്ടിട്ട് എന്ത് രസം എന്നറിയാം. ഭയങ്കര രസം കാണാൻ വേണ്ടിട്ട്, വ്യൂ കാണാൻ വേണ്ടിട്ട്. പക്ഷെ അത് തമ്മിൽ രണ്ടിനും വലിയ വ്യത്യാസമില്ലല്ലോ. നമ്മളത് രണ്ടും റെസിറ്റും വാങ്ങാറുണ്ട്, ഐഡോഹോ നമ്മൾ വാങ്ങാറുണ്ട്. അല്ലാതെ ബേക്ക് ചെയ്യാൻ പറ്റില്ല. വേണിയെ നമ്മുടെ മുട്ടക്കറിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഉള്ളതാണ്. ഗോൾഡൻ പൊട്ടാറ്റോസ് എനിക്ക് ഇഷ്ടമാണ്. മഞ്ഞ പൊട്ടാറ്റോ ഇല്ലേ, അത് ബേക്ക് ചെയ്യാനല്ലേ നല്ലത്. ആ പക്ഷെ അത് കുറച്ചും കൂടി എങ്ങനെ മറ്റേത് കറി വെക്കുമ്പോ തേങ്ങാപ്പാലൊക്കെ പിടിക്കുമ്പോ കുറച്ചും കൂടി നല്ലത് മറ്റേ ടൈപ്പ്. ഇവിടെ നോക്കി എന്ത് രസം. എൻ്റെ അമ്പോ. ഓ നീന ഇവിടെ വണ്ടിയുടെ ഗ്ലാസ് അത്ര ക്ലീൻ അല്ലല്ലേ. നമുക്ക് ചെല്ലുമ്പോൾ തുടയ്ക്കണം. ഭയങ്കര രസമല്ലേ വ്യൂ കാണാൻ വേണ്ടിട്ട്. So you can see. ഉള്ളിലേക്ക് ഇരിക്കുന്നത് പാലാന്ന് തോന്നുന്നു. ചായ കുറച്ച് പാലാവശ്യം. ചായയും പാലും സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത കാഴ്ച വരണം. ഓരോരോ കാഴ്ചകൾ നല്ല രസമാണ്. കാരണം റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കണേ. പിന്നെ ഞങ്ങളുടെ ഈ ഗ്ലാസ്സുമ്മ എന്തൊക്കെയോ ഇതായിട്ടുണ്ട്. നമ്മള് അത് ക്ലീൻ ചെയ്തിട്ട് പോണില്ല. ഈ നമ്മള് ഗ്യാസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം. ഇതൊക്കെയോ ബേഡിന്റെ എന്തൊക്കെയോ പൂക്കോ എന്തൊക്കെയോ രസം വാങ്ങിയ കാണാൻ വേണ്ടിട്ട്. ഇവിടെ കഴിഞ്ഞു പോയി. ഇത് ഞങ്ങളിവിടെ പോണ വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിർത്തിയതാട്ടാ. ഞങ്ങൾ 4 ഫാമിലി ഉണ്ട് കേട്ടോ. 2 ഫാമിലി എത്തിയിട്ടില്ല. 2 ഫാമിലി എത്തിയിട്ടുള്ളൂ. ഒരു ഫാമിലി ബിനുവും കവിതയും, പിന്നെ വേറെ ഞങ്ങളുടെ ഫാമിലി 2 ഫാമിലി കൂടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ.
റെഡിയായ റെഡി. നീന റെഡിയായ അലീന സ്മൈൽ സാധനം കോല് പോലെ കണ്ടില്ലേ, അത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങാക്കി നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വെള്ളം അതിൻ്റെ എല്ലാത്തിൽ കൂടെ ഇങ്ങനെ വരും, അങ്ങനെ നനയ്ക്കുന്നത്. അവിടെ വെള്ളം വരുന്നുണ്ട്. ഇവിടുത്തെ സിമിട്രി ആയിട്ട് കാണുന്നത് ഇവിടെ കുറേ ഉണ്ടാവായിരിക്കും. ഒരു പ്രാവശ്യം ഒരാള് വെറുതെ ചെയ്യാൻ തുടങ്ങി, അതതിന്റെ ടിപ്പെന്ന് ചോദിക്കാൻ തുടങ്ങി. ടിപ്പെന്ന് ഞാനൊന്നും പറഞ്ഞില്ലേ ചെയ്യണോ ചെയ്യണ്ടെന്ന്. അയാൾ ചെയ്യാൻ തുടങ്ങി വെറുതെ. അപ്പൊ ശരിക്കും പേഴ്സണെ അവിടെ പൈക്കിൾ ചെയ്തോ? ചെന്നാലേ അവരെ നേരെ കിട്ടും. Are we standing in height order? It's not bad. It's almost the same. Kinda. Ready? Record ചെയ്യുക. Want me to get on or not? ആ കയറി. Do you need help getting on? ഇടിഞ്ഞോണ്ട് വീഴരുത് കേട്ടോ. നീ കയറണില്ലേ? നിങ്ങൾ കയറണില്ലേ? ആ അത് നന്നായിട്ട്. ഓക്കെ താഴോട്ട് ഇങ്ങനെ എടുക്കാനാണ്. ആ ഇതൊക്കെ ഉണ്ടായി കൈ. That doesn't work. ജോണിനെ കണ്ടില്ലല്ലേ? പോയോ? Someone has their indicator on. Okay. പെട്ടെന്ന് തന്നെ എന്തോ Pause the lens. അതാ ഭംഗി. Yeah, that looks better. I got so. I'm so sorry. I got you good, Nina. Thank you. You do look good. Okay, Joe. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട്. ഈ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. എനിക്ക് എന്തോരം വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവണുണ്ടായിരുന്നില്ല. ഓരോ വ്യൂ കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ ഇത് നിങ്ങൾ കാണിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത് 2 ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ പോണത് യെല്ലോ സ്റ്റോണിലേക്കാണ് പോണത്. അവിടെ ഭയങ്കര രസമുള്ള കാഴ്ചയായിട്ട് അവിടെ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു റിവർ പോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്നതും വെള്ളത്തിൻ്റെ കളറ് നല്ല ബ്ലൂ കളറായിട്ട് വരുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി അത് നാളത്തെ വീഡിയോയിൽ ഇനി ബാക്കിയുള്ളത് കാണിക്കാം. കാരണം ഇന്നത്തെ വീഡിയോ തന്നെ എനിക്ക് ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ നാളത്തെ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കര രസം മാത്രമല്ല നമ്മൾ കണ്ടന്റേമാരായിട്ട് പേടിക്കണം പോലത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.